السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സർവാദരണീയരായ ഉസ്താദുമാർ, മറ്റു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഈയൊരു നവയുഗത്തിൽ ജനാധിപത്യമെന്ന് മുദ്ര കുത്തപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക്കൽ കൺട്രിയായി നാം ഏവരും ചിട്ടപ്പെടുത്തുന്ന നമ്മുടെ സ്വദേശ രാഷ്ട്രമായ ഇന്ത്യ എന്ന മേൽവിലാസത്തിന് ഇന്ന് കോട്ടം സംഭവിച്ചിരിക്കുകയാണ്. പ്രിയരെ, കലുഷിതമായ ഈ കാലത്ത് ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് മുമ്പിൽ നമ്മുടെ ഭരണകൂടവും ഭരണവ്യവസ്ഥയും മുട്ടുകുത്തി നിൽക്കുകയാണ്. എവിടെയാണ് നമുക്ക് സംഭവിച്ച പിഴവ്? ഏകീകൃതമായി ഒരു മതത്തിനെ മാത്രം ചിട്ടപ്പെടുത്തുന്ന രീതിയിൽ വളരെയധികം മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യമെന്ന് നാം ഏവരും വിളിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വേട്ടയാണ്. മുസ്ലിം മതവിശ്വാസികളോടുള്ള ഐതിഹ്യമായ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും പ്രചരണങ്ങളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗമാണ് ഇന്ന് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വത്തിന് ഇന്ന് മേൽവിലാസമില്ല. ഇത്തരത്തിൽ ജനാധിപത്യമെന്ന് നാം ഏവരും വിളിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രത്തിൻ്റെ ഭരണവ്യവസ്ഥയും ഭരണകൂടവും ഭരണീകൃതമായ പല സംഭവ വികാസങ്ങളിൻ്റെ അകക്കാമ്പുകൾ നാം പരിശോധിക്കുകയാണെങ്കിലും നമുക്ക് വിള്ളൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിക മതവിശ്വാസികളുടെ മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭരണഘടന നൽകുന്ന പല രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. അതിൽ എണ്ണപ്പെട്ടതാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശം. ഈ അവകാശമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിഷേധിക്കപ്പെടുന്നത് എന്ന് നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യൻ ജനത എന്ന വളരെയധികം മൂല്യവത്തായ ഭരണഘടനയുടെ ശില്പി അത്തരത്തിൽ തുന്നിവെക്കാൻ വേണ്ടി പ്രചോദനം നൽകിയിട്ടുണ്ട് എങ്കിൽ എവിടെയാണ് പൂർവികർ പടുത്തുവെച്ച ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രം നശിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞുകൊണ്ട് രാമക്ഷേത്രത്തിന് നമ്മുടെ യുവഭരണകൂടം കടിഞ്ഞാൺ പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിൽ മനുഷ്യത്വത്തിൻ്റെ വെള്ളരിപ്രാവും മതേതരത്തിൻ്റെയും അസമത്വത്തിൻ്റെയും കൂടണയുകയാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചെയ്തികൾ എന്നുള്ളത് വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. കാരണം ഇസ്ലാം എന്ന മതവിശ്വാസികളോട് പ്രത്യേകമായി മതേതരത്വപരമായിട്ടുള്ള പല രീതിയിലുള്ള വൈരാഗ്യങ്ങളും മറ്റ് ഇസ്ലാം എന്ന മതത്തെ തൂക്കിയെടുത്ത് പുറത്തേക്കെറിയണം എന്നുള്ള ഒരു ചിട്ടയിലാണ് നമ്മുടെ യുവഭരണകൂടം കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കണം. പള്ളി എന്നുള്ളത് ഇസ്ലാമിക മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മൂല്യവത്തായ ഒന്നാണ്. അള്ളാഹുവിൻ്റെ ഭവനമെന്ന് നാം വിശേഷിപ്പിക്കുന്ന പള്ളിയെ ഇത്തരത്തിൽ ഗ്യാൻവാബി മസ്ജിദ്, അതുപോലെ തന്നെ മലാല മസ്ജിദ്, ഷാഹ് ഈദ്ഗാഹ് മസ്ജിദ്, ഉത്തർപ്രദേശിലെ ഷാഹ് ഈദ്ഗാഹ് മസ്ജിദിൻ്റെ അകക്കാമ്പുകളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അതിനെ തകർത്തെറിയാൻ വേണ്ടി വളരെയധികം ശ്രദ്ധേയമായി രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ കെടുതികളിലേക്കാണ് മനുഷ്യത്വത്തിൻ്റെ സാമ്രാജ്യമായ ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രം ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള മൂല്യങ്ങളെ നാം അളന്നു നോക്കുകയാണെങ്കിൽ ഇന്നും ജനാധിപത്യത്തിൽ ഒന്നാമതായി നിലനിൽക്കുന്ന മുസ്ലിം മതവിശ്വാസികളോടും ഹിന്ദുത്വ മതവിശ്വാസികളോടും ക്രൈസ്തവ മതവിശ്വാസികളോടും ജൈന മതവിശ്വാസികളോടും ബുദ്ധ മതവിശ്വാസികളോടും അങ്ങനെ തുടങ്ങിയ നിരവധി മതവിശ്വാസികൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യ എന്ന മഹത്തായ നമ്മുടെ സാമ്രാജ്യത്തെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മുഖവിലാസം നൽകുന്നതെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ സാന്ദർഭികാവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മുസ്ലിം എന്നുള്ളത് അതിൻ്റെ
യാഥാസ്ഥികമായ സംഭവങ്ങളെ മനസ്സിലാക്കാതെയുള്ള ചിട്ടപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പ്രതിനിധാനങ്ങളെക്കുറിച്ച് നാം വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെ അളന്ന് ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. കാരണം മുസ്ലിം എന്ന മതവിശ്വാസത്തോട് വളരെ വിപുലീകൃതമായി തന്നെ അളന്നെടുക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ അതിൻ്റെ അകക്കാമ്പുകൾ കേടുപിടിച്ച് കിടക്കുന്ന വളരെയധികം മ്ലേച്ഛമായ ഒരു യുഗമാണ് നമുക്ക് മുമ്പിൽ ഭരണകൂടം വരച്ചു കാണിക്കുന്നത്. അസമത്വത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ എല്ലാം വെള്ളരിപ്രാവിനെ വിശേഷിപ്പിച്ചെടുക്കാൻ നമുക്ക് പറത്തിവിടാൻ സാധ്യമല്ല. കാരണം അത് നമ്മുടെ മുമ്പിലുള്ള ഏക അവകാശമാണെന്നുള്ള മൂല്യവത്തായ ചിന്തകളുടെ ഉള്ളിലേക്കാണ് ഞാനും നിങ്ങളും എത്തി നോക്കേണ്ടതെന്ന് ഈ സാന്ദർഭികാവസ്ഥയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ മനുഷ്യകൂടത്തിനെ വളരെയധികം ഭരണകൂടം വെറുപ്പിക്കുന്ന രീതിയിലുള്ള ചെയ്തികൾ തുന്നിച്ചേർക്കുമ്പോൾ നമ്മുടെ മേൽവിലാസം തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ഇല്ലാതായി പോകുന്ന മതേതരത്തെയും അസമത്വത്തിൻ്റെ ക്രീഡമായ അവസ്ഥയെയും മാറ്റി തിരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.